ഇന്ന് 7 ആയപ്പോൾ തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നീക്കാനുള്ള മടി കാരണം നീട്ടി നീട്ടി ഇപ്പോൾ ഇത്ര നേരമായി. നാളെയാണ് നമ്മൾ ഫിസിക്സ് എക്സാം. അപ്പോൾ ഞാൻ ഇതൊക്കെ തലേന്നിരുന്ന് നോക്കിയതാണ് കേട്ടോ. മീൻസ് അഥവാ ഇന്നിവിടെ 22-ാം തീയതി ആയി, അഥവാ 21-ാം തീയതി 20-ാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. പെരുന്നാളൊക്കെ ആയപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ചാപ്റ്റേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കുറേയൊക്കെ ഒന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ മെയിൻ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റും പഠിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ചെയ്യുന്നത് വേഗം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 8 മണിയാകുമ്പോഴത്തേന് ഇരുന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കാണ് പിന്നെ എൻ്റെ ഇതൊക്കെ കഴിയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറയുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ എൻ്റെ എല്ലാ സബ്ജക്റ്റിനും ഇരിക്കുന്നതിനെക്കാട്ടി എക്സ്ട്രാ ആയിട്ട് ഞാൻ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിനുള്ള ബലം കിട്ടുമോ എന്നുള്ളത് നാളെ അറിയാം. എക്സാം ടഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കാണുമ്പോൾ തന്നെ പിന്നെ ഭയങ്കര ടെൻഷനാവും. അപ്പം തന്നെ പഠിച്ചത് പകുതി മറക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ വേഗം എല്ലാതും മറക്കും. ഓൾറെഡി എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആവരുതെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും തീർത്തിട്ട് ബാക്കിയുള്ളത് ഒരു 2 മണിക്കൂർ വെച്ച് ഓരോ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യണമെന്നും കൂടി വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന്. എനിക്ക് തലേന്നിരുന്ന് ലൈവ് കാണുന്ന ശീലമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ലൈവിൻ്റെ ഒപ്പം കാണണം. അപ്പോൾ പിന്നെ ഞാൻ അതിനിരുന്നിട്ട് കാര്യമില്ല എന്ന് ഇപ്പം നല്ല മനസ്സിലായി. ഞങ്ങൾ +1-കാർക്ക് ഉച്ചക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ രാവിലെയും കൂടി കുറച്ചും കൂടി നേരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇരുന്നിട്ടാണ് ഞാൻ തലേന്ന് എടുത്ത ലൈവ് ഇരുന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് എങ്ങനെയെങ്കിലും ഫുള്ളായിട്ട് ഇരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 പോലെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാം കൂടി ഈ വീഡിയോയിൽ ഒതുങ്ങൂല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ട് 2 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റഡി വ്ളോഗ് പോലെ ഞാൻ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഇരുന്ന് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കും, ഇടയ്ക്ക് അവിടെ പോയിരുന്ന് പഠിക്കും. അങ്ങനെയാണ് പഠിക്കൽ. ഇതാകുമ്പോൾ ഇടയ്ക്ക് പുറത്ത് നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കാം. അവിടെ ആകുമ്പോൾ റൂമിലാകുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷന് വേണ്ടിയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മണിയായപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ അത്യാവശ്യം നല്ല ടൈം പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഡെറിവേഷനൊക്കെ എഴുതി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മറക്കും. പിന്നെ പെട്ടെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെറിവേഷൻസൊക്കെ ഒരു ബുക്കിലാണ് എഴുതി വെക്കുന്നത്. മറ്റേത് നമ്മൾ നോട്ട് ചെയ്ത ബുക്കിൽ നിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ വേഗം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, രാവിലെ എണീറ്റ് വായിച്ച് നോക്കാം. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് ലോസും അതേപോലെ തന്നെ തിയറി, കോൺസെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ ഇതിൽ എഴുതുന്നുണ്ട്. കാരണം അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമ്മളെ മൈൻഡൊക്കെ വരും. ഇതാക്കുമ്പോൾ വായിക്കാനായാലും പെട്ടെന്ന് എടുത്ത് നോക്കാനായാലും നമുക്ക് വേഗം മെമ്മറി കയറും. അതേപോലെ തന്നെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പിക്സ് വെച്ചിട്ടാണ് അധികം പഠിക്കാറ്. അതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് നല്ലത്. ഇതാണ് ഇപ്പോൾ എൻ്റെ റിവിഷൻ്റെ ഓർഡർ. ഇതിപ്പോൾ എന്താവും എന്നൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.